നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഹൃദ്രോഗവും ആയുർവേദ ചികിത്സയെ പറ്റിയാണ്. ഇപ്പോൾ ഹൃദയത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗാവസ്ഥയുണ്ട്. ഒന്ന് ഹൃദയ താളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അരിത്മിയാസ് പോലുള്ള കണ്ടീഷൻസ്, അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഭിത്തിയെ ബാധിക്കുന്ന സെപ്റ്റൽ ഡിഫക്റ്റുകൾ, അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ വാൽവ്സിനെ ബാധിക്കുന്ന രോഗാവസ്ഥ, അതുപോലെ തന്നെ ഹൃദയത്തിലേക്ക് ശുദ്ധരക്തവും പോഷണവും നൽകുന്ന ധമനികളെ ബാധിക്കുന്ന കൊറോണറി ആർട്ടറി ഡിസീസ്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗാവസ്ഥകളുണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് കൊറോണറി ആർട്ടറിയിലുണ്ടാകുന്ന ബ്ലോക്കുകളും അതിനുള്ള ആയുർവേദത്തിലുള്ള ചികിത്സകളൊക്കെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൽ പൊതുവെ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഹൃദ്രോഗത്തെ പറ്റിയുള്ള ചികിത്സകളെ പറ്റി ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് നമുക്ക് കൂടുതലായിട്ടും ഹൃദ്രോഗം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് കൂടുതൽ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒരു ചിന്ത വരുന്നത് ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്. അപ്പം ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് മറ്റ് ചികിത്സകളെ പറ്റി, ആയുർവേദത്തിലുള്ള ചികിത്സകളെ പറ്റി പറയാം. അപ്പം ഹാർട്ട് അറ്റാക്ക്, പ്രത്യേകിച്ച് ഈ കൊറോണറി ആർട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മൂലം ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കുകൾ. അപ്പം ഈ കൊറോണറി ആർട്ടറി ഹൃദയത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക്, റൈറ്റ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് ഉണ്ട്. അപ്പം ഹൃദയത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം എത്തിക്കുകയും പോഷണം എത്തിക്കുകയും ചെയ്യുന്ന ഈ ആർട്ടറി വഴിയാണ്. അപ്പോൾ ഈ ആർട്ടറിക്കകത്തുണ്ടാകുന്ന വ്യാസം കുറവ്, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ പ്ലേക്ക് ഫോർമേഷൻസ് ആണ്. അപ്പോൾ ഈ പ്ലേക്കുകൾ ഉണ്ടായി അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആദ്യം അടിഞ്ഞുകൂടി അതിൻ്റെ കൂടെ തന്നെ ഡെഡ് സെൽസും അതേപോലെ തന്നെ മറ്റ് കാൽസ്യമൊക്കെ അടിഞ്ഞുകൂടി ഹൃദയ വാൽവിനകത്ത് വ്യാസം കുറഞ്ഞു പോവുകയും കാലക്രമത്തിൽ ആ ഭാഗത്ത് ഏത് ഭാഗത്തോട്ടാണ് വ്യാസം കുറഞ്ഞു പോകുന്നത് ആ ഭാഗത്തേക്ക് രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. ചിലർക്ക് 40% ബ്ലോക്ക് ഉണ്ടാകും, ചിലർക്ക് 50%, 80% ബ്ലോക്ക്, അതേപോലെ ട്രിപ്പിൾ വെസൽ ബ്ലോക്ക്, കംപ്ലീറ്റ് ബ്ലോക്ക് ആവുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ട്. അപ്പം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ട് ചില ആൾക്കാർക്ക് വേദന ഉണ്ടാകും, ചിലപ്പോൾ ഒരു ബലൂൺ വീർപ്പിച്ച പോലെ ഭയങ്കരമായ കൺജഷൻ ഉണ്ടാകും, ശ്വാസം മുട്ടലുണ്ടാകും, ഒരു ചുവടും മുന്നോട്ട് വയ്ക്കാൻ ബുദ്ധിമുട്ട്, ശരീരം പെട്ടെന്ന് വിയർക്കുക, താടിയിലോട്ട് വേദന ഉണ്ടാകും, രണ്ട് കൈകളിലോട്ട് ചിലപ്പോൾ വേദന ഉണ്ടാകും, താടിയിൽ പെരുക്കുന്ന പോലെ തോന്നും. ഇങ്ങനെ രോഗിക്ക് നെഞ്ചത്ത് എന്തോ ഭാരം എടുത്തു വെച്ച പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഇതിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു പോയി പൂർണ്ണമായിട്ടും അകത്തേക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് ഒന്നുകിൽ ശക്തമായ നെഞ്ചുവേദന, ആഞ്ചിന പോലുള്ള കണ്ടീഷൻസ്, അതല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് പ്രത്യേക രക്തപരിശോധനകളൊക്കെ ഉണ്ട്. ഹൃദയഭിത്തിയുടെ കോശങ്ങൾ ബ്ലഡിലുണ്ടെങ്കിൽ അതിനറിയാൻ പറ്റുന്ന പ്രത്യേക ചികിത്സകളൊക്കെ ഇന്ന് നിലവിലുണ്ട്. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കാണ് എമർജൻസി മാനേജ്മെൻറ്റ് വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു 80% ബ്ലോക്കൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് അനുസരിച്ച് അതിൻ്റെ സ്ഥാനം അനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ചിലപ്പോൾ ബൈപ്പാസ് സർജറി തന്നെ വേണ്ടി വരും. അപ്പം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഹൃദയാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ അമിതമായിട്ട് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി, അപ്പോൾ പറയാം ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ബാഡ് കൊളസ്ട്രോൾസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ, അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് ഈ കൊളസ്ട്രോൾ ഈ രക്തക്കുഴലിനകത്ത് അമിതമായിട്ട് അടിഞ്ഞുകൂടാൻ അത് ഹൃദയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലിൽ ധമനികളിൽ മാത്രമല്ല ശരീരത്തിൽ എവിടെയും ഈ പറഞ്ഞ രക്തക്കുഴലുകളുണ്ട്, ധമനികളുണ്ട്, ധമനികളിലൊക്കെ ഈ ബ്ലോക്ക് സംഭവിക്കാം. അപ്പം ഇതിനൊരു പ്രത്യേകം നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഡയറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇതിനൊരു കാരണങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പ്രമേഹം, അതേപോലെ അമിതമായ രക്തസമ്മർദ്ദം, ഈ അനിയന്ത്രിതമായിട്ടുള്ള കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ ഒരു ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ആയുർവേദത്തിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ കൊഴുപ്പ് കുറയാനുള്ള ചികിത്സകളാണ്. ശരീരത്തിൻ്റെ ഒബേസിറ്റി ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ അമിതഭാരം കുറയുമ്പോൾ തന്നെ രക്തക്കുഴലുള്ള കൊഴുപ്പിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഒരു ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് രോഗികൾക്ക് ആദ്യഘട്ടത്തിൽ, അതായത് ഈ ഒരു അറ്റാക്കിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഘട്ടങ്ങളിലാണെങ്കിൽ ഒരു 40% എബോവ് ഒക്കെ ബ്ലോക്ക് ആണെങ്കിൽ ചിലപ്പോൾ നിത്യേന ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലി പെട്ടെന്നൊരു ദിവസം നന്നായിട്ട് മുഷിഞ്ഞ് ജോലി ചെയ്യുമ്പോഴത്തേക്ക് പതിവില്ലാത്ത രീതിയിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, നെഞ്ചുവേദന അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിത്യമായി ശരീരത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞ കണക്ക് അമിതമായിട്ട് കിതപ്പുണ്ടാവുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി കൂടുതലുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ചെറിയ ബ്ലോക്കുകളുടെയൊക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയം തന്നെ നമുക്ക് ഈ പറഞ്ഞ ശീലങ്ങളിലുള്ള വ്യത്യാസം ചെയ്യുക. പ്രത്യേകിച്ച് ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്തുക, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുക, ഈ അമിതമായിട്ടുള്ള കൊഴുപ്പിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലോക്കിൻ്റെ അളവ് കൂടുതൽ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേക്ക് വലിപ്പം കൂടി ഒന്നുകിൽ ഇത് പൊട്ടി
ഇത് ഈ ഭാഗത്തേക്ക് വരുന്ന രക്തവും കട്ട പിടിച്ചിട്ട് ആണ് പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് കാരണം ആ ഭാഗത്തേക്കുള്ള രക്തഓട്ടം പരമാവധി കുറഞ്ഞു പോവുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി പിന്നെ അത് കാർഡിയക് അറസ്റ്റിലോട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. രക്തധമനിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാർഡിയക് അറസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയുർവേദ ചികിത്സയിൽ ഒന്നാമത് ഈ പറഞ്ഞ കൊഴുപ്പ് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ചികിത്സകൾ ഒരു പ്രധാന ചികിത്സാ രീതിയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഈ ഹൃദയ ആരോഗ്യത്തെ പറ്റിയുള്ള പഠനങ്ങളെല്ലാം പറയുന്നത് ഒരു ഭാഗത്ത് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഹൃദയത്തിലുള്ള ധമനികൾ തന്നെ കൊളാട്രൽസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കൊളാട്രൽസ് ഏത് ഭാഗത്തോടാണ് ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോയത് ആ ഭാഗത്തേക്ക് കൊളാട്രൽസ് ഡെവലപ്പ് ചെയ്യുകയും ആ ഭാഗത്ത് രക്തം എത്തിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊളാട്രൽസിൻ്റെ ആരോഗ്യം കൂട്ടുക അല്ലെങ്കിൽ കൊളാട്രൽസിൻ്റെ കപ്പാസിറ്റി കൂട്ടുക ഇതൊക്കെയാണ് ആയുർവേദത്തിൽ ഇന്ന് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആയുർവേദത്തിലൊരു വാചീകരണ അധ്യായത്തിൽ പറഞ്ഞ കുറേ മരുന്ന് പ്രയോഗ രീതികളുണ്ട്. അത്തരം മരുന്നുകളൊക്കെ ഈ കൊളാട്രൽസിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയൊക്കെയുള്ള പ്രയോഗ രീതികൾ ഇന്ന് റിസർച്ചൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് ഈ പറഞ്ഞ ശരീരം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ബൈപ്പാസുകൾ നാച്ചുറൽ ബൈപ്പാസുകളുടെ ക്വാളിറ്റി കൂട്ടിയെടുക്കുന്ന ചികിത്സയാണ്. അതേപോലെ രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ ഇന്ന് ആയുർവേദത്തിലുണ്ട്. നാച്ചുറലായിട്ടുള്ള ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള മരുന്നുകളും ആയുർവേദത്തിൽ നിന്നുണ്ട്. അപ്പം ഇങ്ങനെ പല രീതിയിൽ ആയുർവേദത്തിൽ ഈ പറഞ്ഞ ഒരു പെട്ടെന്നൊരു കംപ്ലീറ്റ് ബ്ലോക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുന്നേ ഈ പറഞ്ഞ ഒരു 40 to 80% എത്തുന്നതിന് മുന്നേ ഒക്കെ ഇത്തരം ചികിത്സാ രീതികളൊക്കെ ഫലപ്രദമായി പ്രാവർത്തികമാക്കാവുന്നതാണ്. അപ്പം ഈ ആയുർവേദത്തിൽ ഇത്തരം ചികിത്സകളുണ്ടെന്നുള്ള അറിവിലേക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.